സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ ഓർത്തഡോക്സ് സഭ. മദ്യത്തിന്റെ ലഭ്യത സുലഭമാക്കുന്നത് ഖേദകരമാണ്. ടൂറിസം മേഖലയുടെ മറവിൽ ഇപ്പോൾ ആർക്കും മദ്യക്കച്ചവടം നടത്താമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. മദ്യനയം തിരുത്താൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുവരുമെന്നും യൂഹന്നോൻ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. മദ്യ ഉപയോഗം കുറയ്ക്കുമെന്ന് പറഞ്ഞാണ് ഈ സർക്കാർ അധികാരത്തിലേറിയത്. പക്ഷേ കഴിഞ്ഞ 8-9 വർഷക്കാലത്തിനിടയിൽ 2600% ബാറുകൾ നിലവിൽ വന്നു എന്നത് വേദനാജനകമാണ്. ടൂറിസം മേഖലയുടെ ഓമനപ്പേര് പറഞ്ഞാണ് ഇവയെല്ലാം ചെയ്തത്. 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനുകൾ പോലും നിർത്തലാക്കിയിരിക്കുന്നു. ആർക്കും മദ്യം കച്ചവടം ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ലഹരിക്കെതിരെ കാമ്പയിൻ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നത് ഖേദകരമാണ്. കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെയല്ലേ അത്. നമ്മുടെ വരുന്ന തലമുറ നശിച്ചു കാണുവാൻ നാം ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. യുവാക്കളുടെ ചിന്താശേഷി നിശേഷം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കരുത്. അതിനെതിരെ ജാതി, വർഗ, വർണ്ണ, രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ എല്ലാവരും സംഘടിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത്. ജോസി ബാബു ചേരുന്നു. ജോസി, എന്താണ് മദ്യനയത്തിൽ സർക്കാരിനുള്ള ഓർത്തഡോക്സ് സഭയുടെ മുന്നറിയിപ്പ്? മദ്യനയത്തിന്റെ കാര്യത്തിൽ കടുത്ത എതിർപ്പാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിനുള്ളത്. ഓർത്തഡോക്സ് സഭ മദ്യവർജന സമിതിയുടെ പ്രസിഡന്റും അങ്കമാലി ഭദ്രാസന അധിപനുമായ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്തയുടെ പ്രതികരണമാണ് ഇന്ന് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മദ്യത്തിന്റെ ലഭ്യത സുലഭമാകുന്ന നയം ഖേദകരമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. മദ്യോപയോഗം കുറയ്ക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ ഇപ്പോൾ ബാറുകൾ കൂട്ടുന്നതിനായി ശ്രമം നടത്തുകയാണ്. കൂണ് പോലെ സംസ്ഥാനത്ത് ബാറുകൾ ഉയർന്നു വരുന്നു. യുവതലമുറയും കുടുംബ ബന്ധങ്ങളിലുമൊക്കെയും ഈ ലഹരി ഉപയോഗത്തിന്റെ പ്രശ്നങ്ങൾ പ്രകടമാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ വീണ്ടും മദ്യശാലകൾക്ക് അനുമതി നൽകുന്ന സർക്കാർ നയത്തെ കടുത്ത വിമർശനത്തോടെയാണ് ഓർത്തഡോക്സ് സഭ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരണം. അത് തിരുത്തലിന് വേണ്ടിയുള്ള സമീപനം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുള്ള ആവശ്യവും സഭ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിൽ വലിയ ലഹരി ക്യാമ്പയിൻ എന്ന് സർക്കാർ പറയുമ്പോഴും ഇത്തരം പ്രവർത്തികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള വിമർശനവും ഓർത്തഡോക്സ് സഭാ നേതൃത്വം ഉന്നയിക്കുന്നു. ശരി ജോസി.